Good afternoon. 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 Good afternoon, madam. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good Good afternoon. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. വെറുതെ മറ്റാക്കിയാറെ മാറും. Good afternoon, madam. നീച്ച് പിടിച്ചോ. ഞാൻ പറഞ്ഞ ചെയ്യും. പ്രയറിന് ആരെങ്കിലും പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രയറിന് പ്രിപ്പയർ ആവണമെന്ന്. ആരെങ്കിലും പ്രയറിന് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ടോ? Yes, ma'am. ഓക്കെ, ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കുക. പ്രയർ പറഞ്ഞോട്ടോ. വീഡിയോ ഓൺ ആക്കണോ? അങ്ങനൊന്നുമില്ല. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing we need. Mercy drop round us are falling, but for the showers we plead. Mercy drop round us are falling,
but for the showers we plead. നൈസായിരുന്നു കേട്ടോ. അടുത്ത ദിവസം അടുത്ത ആള് കണ്ടിയാസ് അടുത്ത ആള് പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എടുത്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. ഇല്ല ഇല്ലല്ലോ. അപ്പൊ ഞാനത് ഒന്ന് പറഞ്ഞിട്ട് അടുത്ത പോർഷനിൽ പോവാം കേട്ടോ. നമ്മൾ ചൈൽഡ് ഡിസീസിനെ കുറിച്ചാണ് പറഞ്ഞത്. കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങളായിരുന്നു. കുട്ടികള് എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പെട്ടെന്ന് അസുഖങ്ങള് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാ പറഞ്ഞതെന്ന് പറഞ്ഞു. കണ്ടാജിനിയസ് ഡിസീസ് ഉണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ട്. കണ്ടാജിനിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വന്ന അസുഖങ്ങളാണ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫുഡ് ഐറ്റംസിൽ നിന്നോ വാട്ടറിൽ നിന്നോ അനിമൽസ്, അതർ ക്രീച്ചേഴ്സ്, പിന്നെ അതേപോലെ ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ, ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫേസ്, ഇതൊക്കെ ഇതുകൊണ്ട് വന്ന ഇൻഫെക്ഷൻസ് വന്നിട്ട് നമുക്ക് അസുഖങ്ങൾ വന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി കുട്ടികളിൽ വന്ന കോമൺ ആയിട്ട് വന്ന ഡിസീസിനെ കുറിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് റൂഫിംഗ് കഫ് ആണ്. അതിന്റെ റൂഫിംഗ് കഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ പേര് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. വില്ലൻ ചുമ എന്ന് പറയും. എന്താണ് വില്ലൻ ചുമ എന്ന് പറയും? Villain chumma. വില്ലൻ ചുമ എന്ന് വെച്ചാൽ ഒരു 100 ദിവസം അടുപ്പിച്ച് ഒരു ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ദിവസം അടുപ്പിച്ചുണ്ടാവും. എനിക്ക് വന്നിട്ടുണ്ട്, ചെറുപ്പത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. ചുമച്ച് എന്താ പറയാ, ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് പോകും നമ്മ. ഇങ്ങനെ പറയുന്ന പേരാണ് വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയും. ഞാൻ പറയണത് ക്ലിയർ അല്ലേ? Yes, ma'am. Yes, ma'am. ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്ഥലത്തില് അല്ലെങ്കിൽ നിങ്ങള് അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവുമ്പോ ക്ലിയർ അല്ലാത്തത് ആ പ്ലേസ് ഒന്ന് മാറി വേറെ എവിടെയെങ്കിലും റേഞ്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് നിൽക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്? വില്ലൻ ചുമനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വൂഫിംഗ് കഫിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന വേറൊരു പേരുണ്ട്, പെർട്യൂസിസ്. എന്താണ് പെർട്യൂസിസ്? PERTUSSIS. എന്താണ് ആ സ്പെല്ലിംഗ്? ഞാൻ അടിച്ചിട്ടേക്കാം. വൂഫിംഗ് കഫിന്റെ വേറൊരു പേരാണ് അത് കേട്ടോ. എന്താണ് പേര്? ഈ വൂഫിംഗ് കഫിന്റെ വേറെ പേരാണത്. എല്ലാവരും മ്യൂട്ട് ആക്കാം. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും മ്യൂട്ട് ആക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും മ്യൂട്ട് ആക്കാം കേട്ടോ. ഓക്കെ, പേര് ഒന്നുകൂടി പറയോ? ഓക്കെ കേട്ടാ. എന്താണ് ഇതിന്റെ പേര്? പെർട്യൂസിസ് എന്നാണ് പറയുന്നത് കേട്ടാ. വൂഫിംഗ് കഫ് എന്ന് പറയും. അതിന് വേറെ പേരാണ് എന്ത്? പെർട്യൂസിസ്. ഒരു ഹൈലി കണ്ടാജിനിയസ് ഡിസീസ് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഡിസീസ് ആണ് എന്ത്? വൂഫിംഗ് കഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ ചുമക്കുമ്പോ ചുമക്കുമ്പോ വന്ന ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, വായക്കൂടി വന്ന ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഉമിനീര്, അതിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ഈ അസുഖം വന്നത്. ഒരാൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ മറ്റൊരു കുട്ടിക്കും കൂടി വരാം, അല്ലെങ്കിൽ കൂടെയുള്ളവർക്കും കൂടി വരാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. എന്തെങ്കിലും വൂഫിംഗ് കഫ് ആണെങ്കിൽ. ഇനി ഇതിനെ വേറൊരു പേര് പറയുന്നുണ്ട്. വൂഫിംഗ് കഫിന് വേറൊരു പേര് പറയും 100 days of cough. 100 ദിവസം വരെ ചുമ നീണ്ടു നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ 100 days of cough എന്ന്, അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ പേര് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്, മെസ്സേജ് നോക്കാട്ടോ. എന്നാൽ പറയണത് പെർട്യൂസിസ് എന്ന് പറയും. നമുക്ക് പഠിക്കാൻ വൂഫിംഗ് കഫ് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എക്സാമിനൊക്കെ വൂഫിംഗ് കഫ് എന്നാ പറയുന്നത്. 100 days of കഫ് എന്നും ഇതിനൊരു വേറെ പേരുണ്ട്. ഇത് എന്താ ഭയങ്കര ചുമയായിരിക്കും, ഒട്ടും എന്തുണ്ടാവില്ല,
ഭയങ്കര ചുമയായിരിക്കും, നമുക്ക് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റൂല. ഇങ്ങനെയൊക്കെ ഒരു അസുഖം ഒരു കുട്ടിക്ക്, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് ഇതായിട്ട് ഭയങ്കര ചുമയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യണം. കാരണം മറ്റുള്ള കുട്ടികൾക്കും കൂടി എന്ത് ചെയ്ത് അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ആ കുട്ടീന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് ഈ കുട്ടിക്ക് ചുമയുണ്ട്, ചുമ മാറിയിട്ട് വിട്ടാൽ മതി, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൂടി വരും. നമ്മൾ ചുമയാണെന്നും പറഞ്ഞ് നിസ്സാരമായിട്ട് എന്ത് ചെയ്തത് മാറ്റരുത്. സാധാരണ ചുമയല്ലേ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ചുമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലൻ ചുമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റിസ്ക് ആണ്. ഇത് കുട്ടികളില് വലിയവരില് കുഴപ്പമില്ല, കുട്ടികളിലാണെങ്കിൽ മരണത്തിന് വരെയും കാരണമാകും. ഈ ചെറിയ ചുമയായിട്ട് തുടങ്ങി നമുക്ക് ശ്വാസം കിട്ടാത്ത രീതിയിലേക്ക് അത് അങ്ങോട്ട് കൂടി അസുഖം കൂടാനുള്ള പ്രശ്നമാവും. നോക്കാട്ടോ. പ്രൂഫിംഗ് ഓഫ് ഫണ്ട് പറയുന്നത് affect the children below 5 years of age. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് അഫക്ട് ചെയ്യുന്നെങ്കിൽ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് കഫ് കോസിംഗ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. അപ്പം ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കും. നമുക്ക് ഒട്ടും ചുമ നിർത്താണ്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ വൊമിറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര വൊമിറ്റിംഗ് ആയിരിക്കും, എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് വെരി ഇൻഫെക്ഷൻ, ഭയങ്കര ഇൻഫെക്ഷൻ ആണ്. ഹെൻസ് ദ ചിൽഡ്രൻ ഈസ് ഷെഡ്യൂൾഡ് എന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യാം, മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ള കുട്ടികൾക്ക് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ചുമയിന്ന് ഒരുപാട് thousands ഓഫ് ഡ്രോപ്ലെറ്റ്സ് ആണ് ഒറ്റ ടൈമിൽ പുറത്തേക്ക് പോണത്. അത് മറ്റുള്ള കുട്ടികൾക്ക് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്, 100% ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീനെ, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടീനെ ആണെങ്കിൽ ആ കുട്ടീനെ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യാം. പാരന്റ്സിനെ വിളിച്ച് വരുത്തി ഡോക്ടറെ കാണിക്കാൻ പറയാം. അല്ലെങ്കിൽ അവരോട് ആദ്യം തന്നെ മാസ്ക് വെപ്പിക്കുക. എന്ത് ചെയ്യാം, മാസ്ക് വെപ്പിക്കുക. മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് വെക്കാം. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞത്, വൂഫിംഗ് കഫിനെ കുറിച്ചാണ് പറഞ്ഞത്. വില്ലൻ ചുമ എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്ന പേര്. ഇതിന്റെ വേറെ പേര് പറഞ്ഞു പെർക്യൂസിസ് എന്നാണ് പറയുന്നത്. ഇതൊരു കണ്ടാജിനിയസ് ഡിസീസ് ആണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് അസുഖമാണ്. പിന്നെ എന്താ പറയുന്നത്, ഇത് 100 days ഓഫ് കഫ് എന്ന് പേരുണ്ട്, അല്ലെങ്കിൽ കഫ് ഓഫ് 100 days. ഈ ചുമ തുടങ്ങി കഴിഞ്ഞാൽ 100 ദിവസം വരെ നീണ്ടു നിൽക്കും. ഓക്കെ, 100 ദിവസം വരെ എന്ത് ചെയ്യും, ചാൻസ് ഉണ്ട്, നീണ്ടു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് 100 ദിവസം വരെയും ഈ അസുഖം നീണ്ടു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന വാക്സിൻസ് അവൈലബിൾ ആണ്. കുട്ടികളിൽ ആണ് കോമൺ ആയി കാണുന്നതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇതിന് വാക്സിൻ അവൈലബിൾ ആണ്. ഇതിന് വാക്സിൻ എടുക്കുന്നുണ്ട്. ടെറ്റനസ്, ഡിഫ്തീരിയ ആൻഡ് സെല്ലുലാർ പെട്രോസൈറ്റ്സ് എന്ന് പറയുന്ന വാക്സിൻ, അതേപോലെ ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് സെല്ലുലാർ പെട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞ 2 വാക്സിൻസ് അവൈലബിൾ ആണ്. വാക്സിന്റെ ഫുൾ പേരും ഇത് ഞാനിപ്പോ ടെസ്റ്റ് ചെയ്ത് അയച്ചു തരാം. എന്നുവെച്ചാൽ മെസ്സേജ് പോലെ അയക്കാം. അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടാ, എന്താ വാക്സിൻ എന്നുള്ളത് കേട്ടാ. വാക്സിന്റെ പേര് അയക്കണേ, മെസ്സേജ് ആയിട്ടാണ് അയക്കണത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. മിസ്, ഇത് മുന്നേ നമുക്ക് ടീച്ചിങ് നോട്ടായിട്ട് ഇനി ഇതില് കിട്ടോ ക്ലാസ് റൂമില്? ഇത് കിട്ടിയിട്ടില്ലേ? PDF കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ഉണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാ ജോയിൻ ചെയ്യുന്നത്. PDF കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. PDF ഫുൾ ആയിട്ടില്ലല്ലോ, ആകെ കേട്ടില്ല മിസ്റ്റേ, ഒന്നും കൂടെ പറയേ. PDF ഫുൾ ആയിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമിൽ ഇട്ടേലുണ്ട് PDF. കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയണമെന്നുള്ളൂ. PDF-ലുള്ളത് നമുക്ക് നോക്കാനുള്ളൂ. പക്ഷെ ആ ഒരു അസുഖത്തിന്റെ വ്യാപ്തി ആ ഒരു 3 സെന്റൻസിൽ നിൽക്കണതല്ല. നിങ്ങൾക്ക് ആ അസുഖം എന്താണെന്ന് മനസ്സിലാവണം. അതിനെക്കുറിച്ച് അതിനെന്തൊക്കെയാണ് പ്രതിവിധി ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയണമെന്നുള്ളൂ കേട്ടോ. അത് ഞാൻ എന്റെ ഒരു ഇത് വേണ്ടിയിട്ട് പറയണേണ്, കൂടുതൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയണേണ്. ഓക്കെ, PDF ഉള്ളതേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുമ്പോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയണേ കേട്ടോ. PDF-ലുള്ളത് മാത്രമല്ല എക്സാമിന് വരുള്ളൂ.
ഓക്കെ, PDF-ലുള്ളത് മാത്രമേ എക്സാമിന് വരുള്ളൂ. നമ്മ പക്ഷെ ഒരു കാര്യം പഠിക്കുമ്പോ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ പറയണത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എഴുതി വെക്കാം. നോട്ട്സ് പ്രിന്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് അതിന്റെ അടുത്ത് തന്നെയായിട്ട് എന്ത് ചെയ്യാം, അത് എഴുതി വെക്കാം. ഇപ്പൊ ഞാൻ ഈ വാക്സിന്റെ പേര് പറയുമ്പോഴും ബൂസിക്കാസിന്റെ വേറെ പേര് പറഞ്ഞതും അതൊക്കെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം കേട്ടോ. വാക്സിൻ അയച്ചിട്ടുണ്ട്. വാക്സിനാ പറയണത് ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് ആൻസെല്ലുലാർ പെപ്റ്റൈഡ്സ് ആണ്. ഇത് കുട്ടികളിൽ അമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, കുട്ടികളിൽ കൊടുക്കുന്നതാണ്. ഇത് ആദ്യത്തെ കുഞ്ഞിക്കൊച്ച് ജനിച്ച് ആദ്യത്തെ 6ാമത്തെ ആഴ്ച കൊടുക്കും, പിന്നെ 10ാമത്തെ ആഴ്ചയും കൊടുക്കും, 14ാമത്തെ ആഴ്ച കൊടുക്കും. അത് കഴിഞ്ഞ് ഇതിന്റെ ബൂസ്റ്റർ ഡോസ് 1.5 വയസ്സ് മുതൽ 2.5 വയസ്സിനുള്ളിൽ 1 പ്രാവശ്യം കൊടുക്കും. പിന്നെ 5 വയസ്സാവുമ്പോൾ കൊടുക്കും, 15 വയസ്സിൽ കൊടുക്കും. എന്താണ് ഡെക്ടാ വാക്സിൻ കൊടുക്കുന്ന ആ ഒരു ഷെഡ്യൂളാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ് നോക്കിക്കോട്ടാ. ഇതില് നമ്മുടെ ഇമ്മ്യൂണൈസേഷന്റെ കാർഡാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ഇമ്മ്യൂണൈസേഷന്റെ കാർഡ്? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. യെസ് മാം, കാണാം. യെസ് മാം, കാണാം. കാണാം. ഇമ്മ്യൂണൈസേഷന്റെ ഷെഡ്യൂളാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞ വാക്സിൻ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ 6 വീക്സില് ആ വാക്സിന്റെ പേര് ഒന്നുകൂടെ പറയാമോ? ഡിഫ്തീരിയ. ഒരു മിനിറ്റ് പറയാട്ടോ. ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് ആൻസെല്ലുലാർ പെപ്റ്റൈഡ്സ്. ഇത് പ്രൊനൗൺസിയേഷൻ ഞാൻ ഇത് അയച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ വാക്സിൻ ഞാൻ ഈ ഇമ്മ്യൂണൈസേഷന്റെ ഷെഡ്യൂള് ക്ലാസ് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഏതൊക്കെ വാക്സിൻ എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, ഇതിന് വാക്സിൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 വയസ്സ് മുതൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ അസുഖം വന്നത്. നോൺ സ്റ്റോപ്പിംഗ് ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. അതേപോലെ ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും ചുമക്കുന്നത്. ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ആയിരിക്കും. പിന്നെ വോമിറ്റിങ് വരാനുള്ള ചാൻസ്, വോമിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ടായിരിക്കും. അതേപോലെ ഇൻഫെക്ഷൻ ആണ്, വെരി ഇൻഫെക്ഷൻ ആണ്. ഈ ഒരു അസുഖമുള്ള ആളിന് മറ്റൊരു ആളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. പിന്നെ എന്താ പറയണത്, ഇത് കുട്ടികളിൽ ഇങ്ങനെ അസുഖം വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക എന്ന് വെച്ചാൽ ഐസൊലേറ്റ് ചെയ്യുക. കുട്ടികളെ മാറ്റിയിട്ട് മറ്റുള്ള കുട്ടികൾക്ക് പകരാതിരിക്കാൻ നോക്കുക. പിന്നെ അത് അസുഖം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ക്ലാസ്സിലേക്ക് ആ കുട്ടീനെ വരുത്തിയാൽ മതി. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും ഈ അസുഖം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത്, വൂഫിംഗ് കഫിനെ കുറിച്ച്. ഇത് 100 days of കഫ് എന്ന് പറയും. 100 ദിവസം വരെ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളിലാവുമ്പോ ഇത് മരണത്തിന് വരെയും കാരണം ബ്രീത്തിങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അസുഖത്തിന്റെ ഇതുകൊണ്ടല്ല, പക്ഷെ ബ്രീത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് കുട്ടിക്ക് ശ്വാസം ശരിക്കും വലിക്കാൻ പറ്റാണ്ട് അങ്ങനെയാണ് ഇത് എന്തിലേക്ക് വരുന്നത്, മരണത്തിലേക്ക് കാരണമാവണമെന്ന് പറഞ്ഞു. ഇത് ഇൻഫെക്റ്റഡ് ഡ്രോപ്ലെറ്റ്സ് എന്നാണ്. ഇപ്പൊ എനിക്ക് ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ ആ കുട്ടി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആ പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സിൽ നിന്നാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അസുഖത്തിനെ കുറിച്ച്, വൂഫിംഗ് കഫിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തതാണ് കേട്ടോ. പേര് നമ്മ പറഞ്ഞു നോക്കാം, പ്രൊനൗൺസിയേഷൻ നോക്കാം കേട്ടോ. ഡിഫ്തീരിയ. ഓക്കെ, ഇത് മലയാളത്തിൽ ഞാൻ ഡിഫ്തീരിയനെ കുറിച്ച് പറഞ്ഞു തരാം, എന്നിട്ട് അത് വായിക്കണുള്ളൂ. കാരണം നമ്മൾ ഈ കുട്ടികളില് എന്താ പറയാ, ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം ഇൻഫെക്ഷണൽ ഡിസീസ് ആണ്. നമ്മുടെ തൊണ്ടയിൽ ഇവിടെയായിട്ട് അകത്ത് ഒരു വെള്ള കളറിലെ പാട ചെറുതായിട്ട് രൂപം കൊള്ളും.
അപ്പൊ കുട്ടികൾ തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോൾ ആ നിസ്സാരമല്ലെന്ന് വിചാരിക്കരുത്. തൊണ്ടയുടെ അകത്ത് എങ്ങനെയാണ് വെള്ള കളറിലെ പാട രൂപങ്ങളും ചെറിയ പാടയായിരിക്കും. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് അത് എന്ത് ചെയ്യും, കുറച്ച് വലുതായി അത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും വേദന, ശ്വാസം എടുക്കുമ്പോഴും വേദന, അങ്ങനെ വേദന വരാൻ തുടങ്ങും. പിന്നെ അത് ഫുള്ളായിട്ട് അവിടെ ബ്ലോക്ക് ആവും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ലെവലാവുമ്പോ അതിന് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് എങ്ങനെ ടോക്സിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ബോഡിക്കൊക്കെ ഭയങ്കര മോശമായിട്ട് അത് ബോഡിനെ അഫക്ട് ചെയ്യും. ഇതാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയന ഒരിടവരെയും കില്ലർ ഡിസീസ് എന്നാ പറയുന്നത്. ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മരണം വരെയും സംഭവിക്കുമായിരുന്നു. എന്താണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം വരെയും മുമ്പ് സംഭവിക്കുമായിരുന്നു. നമ്മുടെ തോട്ടിലാണ് ഇവിടെ വരുന്നത്. തോട്ട് വൈപ്പില് എന്താ പറയാ, ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു വൈപ്പിലാണ് വരുന്നത്. 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വരുന്നത്. ഈ ചുമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രീറ്റ്മെന്റ് എടുക്കണം. നമ്മ കുട്ടികളൊക്കെ ഇങ്ങനെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ വായൊക്കെ ഒന്ന് നോക്കാം, അവർക്ക് വെള്ള കളറിൽ എന്തെങ്കിലും പാട് രൂപം കൊണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാ, ചെക്ക് ചെയ്യാം. പിന്നെ ഇതിന് ജലദോഷം, ഭയങ്കരമായിട്ട് ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോ ഡിഫ്തീരിയയുടെ കുറച്ച് ഇമേജ് കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെ വന്നേന്നുള്ളത്. ഒരു ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ഡിഫ്തീരിയയുടെ ഇമേജ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോണേ കേട്ടോ. നോക്കിക്കോ, നമ്മ കാണുന്നുണ്ട് തൊണ്ടയുടെ ഉള്ളിലായിട്ട് ഒരു വൈറ്റ് കളറിലെ പാട വരും, ഫോം ചെയ്യും. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ ആ ഒരു എന്താ പറയാ, ഇത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന വരും. പിന്നെ അത് കൂടി നമുക്ക് ആ അസുഖം കൂടുതലാവാനുള്ള ചാൻസ് ആണ്. ഓക്കെ, ഡിഫ്തീരിയ ഇങ്ങനെയാണ്. തൊണ്ടയിൽ ഒരു വെള്ള കളറിലെ പാടയായിരിക്കും ആദ്യം ഫോം ചെയ്യുന്നത് കേട്ടോ. വെള്ള കളറിലെ പാട. ഓക്കെ, നോക്കാട്ടാ. This is a disease of throat, one pipe and trachea. ഇത് എവിടെ വരുന്നത്, ശ്വാസനാളത്തിൽ ആ ഒരു ഇതിലാണ് വരുന്നത്, ട്രക്കിയിലാണ് വരുന്നത്. The symptoms are high temperature. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ, ഡിഫ്തീരിയ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ബ്രീത്ത് ചെയ്യാനായിട്ട് അപ്പം ശ്വസിക്കാനായിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. A membrane develop in the throat. വൈറ്റ് കളറിലെ മെംബ്രെയിൻ, ഒരു വൈറ്റ് കളറിലെ സംഭവം ഇവിടെ നമ്മുടെ തോട്ടിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യും. If the medical aid is not given in a short period, the child may die of coughing. അപ്പൊ നമ്മ ആ പറഞ്ഞ പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഈ അസുഖം കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അഫക്ട് അതർ ചിൽഡ്രൻസ് ഈസിലി. മറ്റുള്ള കുട്ടികളിൽ ഇത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഡിഫ്തീരിയ എന്ന് പറയുന്നത് പെട്ടെന്ന് എന്താവും, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്സിൻ. ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് സെല്ലുലാർ പെട്രിസൈഡ്സ് ആണ്. അതിൽ ഡിഫ്തീരിയ എന്ന് പറയുന്നത് വാക്സിൻ എടുക്കുന്നത് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഏത് ഡിഫ്തീരിയ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫ്തീരിയ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിനില്ല ഡി എന്ന് പറയുന്ന ഇത് ഡിനോട്ട് ചെയ്യുന്നത്. വൂഫിംഗ് കഫിനായിരുന്നു പെട്രിസൈഡ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൂഫിംഗ് കഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്രിസൈഡ്സ് എന്ന് പറയുന്ന വാക്സിൻ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? കഫിനും ഡിഫ്തീരിയക്ക് സെയിം വാക്സിൻ അല്ലേ? ആ, സെയിം വാക്സിൻ ആണ്. ഒറ്റ വാക്സിൻ മതി. ഓക്കെ, ആ വാക്സിന്റെ മെസ്സേജ് അയച്ചില്ലേ മാമേ? അതെങ്ങനെ ആ മെസ്സേജ് പോയാൽ കിട്ടില്ലല്ലോ? മെസ്സേജ് പോയാൽ കിട്ടുമല്ലോ. കിട്ടുമല്ലോ, മെസ്സേജിലുണ്ട്. വീണ്ടും മെസ്സേജ് അയച്ചേക്കാം. മേഡം, ഡിഫ്തീരിയ വരാതിരിക്കാനുള്ള വാക്സിൻ ഏതായിരുന്നു? എന്താണ്? ഡിഫ്തീരിയ വരാതിരിക്കാനുള്ള വാക്സിൻ പറഞ്ഞില്ലേ മേഡം, അതേതായിരുന്നു? എടുക്കുന്ന വാക്സിൻ ഏതായിരുന്നു? ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് സെല്ലുലാർ പെട്രിസൈഡ്സ്. ആൻസില്ല എന്ന് പറഞ്ഞേ, ആൻസില്ല പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞേ. നോക്കട്ടെ, സ്പെല്ലിങ് നോക്കിയേ പറയേ. ഞാൻ അടിച്ചിട്ട് റിപ്പീറ്റ് വന്നില്ല.
മെസ്സേജ് വന്നില്ല കേട്ടോ. എനിക്ക് കോപ്പി അടിക്കാൻ പറ്റണില്ല. അതിൽ മെസ്സേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അതിൽ എന്ത് ചെയ്യാം? മെസ്സേജ് സാധാരണ മൊബൈലിലെ മെസ്സേജിലല്ല പോണ്ടേ? നമ്മൾ കാണുന്ന അതിൽ വരുന്നുണ്ട്. ഇപ്പം ടീച്ചർ അവിടുന്ന് മെസ്സേജ് അയച്ച സമയത്ത് സ്ക്രീനിൽ കാണിച്ചേ. പക്ഷെ ഞാൻ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് മുഴുവനായിട്ട് പേര് മുഴുവനായിട്ട് കാണിച്ചില്ല. സ്ക്രീൻഷോട്ട് റെക്കോർഡഡ് വീഡിയോസ് കണ്ടാൽ മതി. അപ്പൊ അതിൽ കാണാൻ പറ്റും. ഇല്ല, റെക്കോർഡിൽ കാണാൻ പറ്റും. ഞാനത് ലാസ്റ്റ് ഒന്നും കൂടെ അയക്കാം. താങ്ക് യു. മെസ്സേജ് മുകളിലോട്ട് എടുത്ത് നോക്കിയാൽ മതി. മുകളിലേക്ക് നോക്കിയാൽ താഴത്തെ മൂന്ന് ഡോട്ട് ഉണ്ട്. മുകളിലോട്ട് സ്ക്രോൾ സൈഡില് 3 ഡോട്ട് ഉണ്ട്. അതില് മെസ്സേജ് ഉണ്ട് അല്ലേ? അതിലാണ് താഴത്തെ 3 ഡോട്ടിലെ ഇൻകോൾ മെസ്സേജസ് എടുത്താൽ കിട്ടും. ഓക്കെ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ആരും ഡിസ്റ്റർബ് ചെയ്യല്ലേ. റെക്കോർഡ് ക്ലാസ് പോണേണല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അസുഖം എന്തായിരുന്നു? റൂഫിംഗ് കഫ് ആയിരുന്നു. രണ്ടാമത് പറഞ്ഞത് ഡിഫ്തീരിയ ആയിരുന്നു. ഇനി അടുത്താണ് ടെറ്റനസ്. ഈ ടെറ്റനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് വേറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവും. TT എന്ന് പറയും ടെറ്റനസിന്. അല്ലെങ്കിൽ ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും മുറിവോ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പേരൊന്നുകൂടി പറഞ്ഞ. ടെറ്റനസിന് എന്താ മറ്റൊരു പേര്? TT. നമ്മൾ സാധാരണ ടെറ്റനസിന് എടുത്ത വാക്സിന്റെ പേരാണ് TT. കേട്ടിട്ടില്ലേ? കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോയി TT എടുക്കാറില്ലേ? അല്ലെങ്കിൽ വല്ല ഇരുമ്പോ തുരുമ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാലുമൊക്കെ വല്ല മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ TT എടുക്കാനായിട്ട് പോകാറില്ലേ? അപ്പൊ ഈ TT എടുക്കണെന്ന് വെച്ചാൽ ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണത്? TT എടുക്കണത്. ടെറ്റനസിന് എടുക്കുന്ന വാക്സിൻ ആണ് TT. ടെറ്റനസിനെ പ്രതിരോധിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? TT എന്ന് പറയണത്. അപ്പം ടെറ്റനസ് എന്ന് പറയുന്നത് നമ്മുടെ കൈക്കോ നമ്മുടെ മുറിവിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഈ ബാക്ടീരിയാസ് എന്തിലുണ്ടാവും? ഈ കൗഡങ്ങൊക്കെ ഇല്ലേ? കൗഡങ്, കോസ്റ്റങ്, ചാണകത്തിലൊക്കെ ഈ കൗഡങ്ങിലൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ഉള്ളത്? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. എന്തോ പ്രശ്നം ഉണ്ടല്ലോ, ടെക്നിക്കൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഞാൻ ടെക്നിക്കൽ നിങ്ങളോടൊന്ന് പറയട്ടെ കേട്ടോ. അതെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. 1 മിനിറ്റ്. ഓക്കെ. പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 4 എക്സാം ആണ് അതിന്. ചെടി പ്രസന്റ് ചെയ്യാനുള്ള മിസ്സിന്റെ പ്രസന്റേഷൻ കിട്ടി. ഇപ്പൊ ഓക്കെയാണ് എല്ലാവർക്കും? പ്രസന്റേഷൻ ക്ലിയർ ആയിട്ട് കിട്ടണ്ടോ? മഴ വന്നിട്ടുണ്ട്, പക്ഷെ പേര് വരുന്നില്ല. മിസ്സിനെ മുകളിൽ കാണുന്നില്ല. വേറെ ആരോ ഒരു ഫോട്ടോ എന്തോ വന്നിട്ട്. ചെടിന്ന് പറയുന്ന ഒരാളെ ടീമിനോട് പറയട്ടെ. ഓക്കെ, വേറെ ഫോട്ടോ ഇനിയും കിട്ടിയില്ല. ആ 3 ഡോട്ടിലുള്ള നോക്കിയപ്പോ ആക്ടിവിറ്റീസ്, ആഡ് അതേഴ്സ്, അതിൽ മെസ്സേജ് കാണില്ല. സെറ്റിംഗ്സ്, റിപ്പോർട്ട്, അബ്യൂസ് ഒക്കെ വരുന്നേ. ഏത് ഡോട്ടിലാ നെക്കിയത്? അവിടെ സൈഡിലുള്ള ഡോട്ടില് റൈസ് ഹാൻഡിന്റെ അപ്പുറത്തുള്ള വീഡിയോ പോലെ മൂട്ട് ചെയ്യൂലേ, അതിന്റെ അപ്പുറത്തെ ആ ഭാഗത്തുണ്ട്. അവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. അതിലുണ്ടല്ലോ ഷെയർ സ്ക്രീൻ, ഷോ ക്യാപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. ഇപ്പോൾ മെസ്സേജ് ഷെയർ സ്ക്രീനിന്റെ മുന്നേ ഷോ ക്യാപ്ഷൻ, റിപ്പോർട്ട് പ്രോബ്ലം, സെറ്റിംഗ്സിൽ പോകണ്ട. അതിൽ നമ്മൾ എടുക്കുമ്പോ തന്നെ ഫസ്റ്റിൽ അത് തന്നെയാണ് മെസ്സേജ് ആണ്. സെറ്റിംഗ്സിന്റെ മുകളിലുണ്ടാവും. എന്തെങ്കിലും ഇൻകോൾ മെസ്സേജ്
നിങ്ങൾ അയച്ച മുഴുവൻ മെസ്സേജും ഉണ്ട്. ഏറ്റവും എല്ലാം മുകളിൽ ഉണ്ട്. അത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താ വരും. പോയോ? ടീച്ചർ അയച്ച മെസ്സേജ് നോക്കണം അല്ലേ? സ്മാർട്ട് താഴെ അക്കാഡമി സ്മാർട്ട് പെർഫ്യൂസിസ് അക്കാഡമി ഇത് കണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോ വരും. വേറൊരു പേര് പറഞ്ഞില്ലേ? പെർട്യൂസിസ്. അതും ഉണ്ട് അതിനകത്ത്. പെർട്യൂസിസ്. ഇത് നമുക്കിപ്പോ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞാലും ഇത് കാണാൻ പറ്റുമോ മെസ്സേജ്? ക്ലാസ് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഇല്ല. മെസ്സേജ് ഇപ്പൊ നോട്ട് അത് ചെയ്തോ? സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ വെച്ചേക്കുന്നത് നോട്ട് എഴുതാൻ ചെയ്തോ? ഹലോ ഹലോ, പറ്റും. മെസ്സേജ് എടുത്തിട്ടേ എഴുതാൻ പറ്റില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയെന്ന്. ആ സ്ക്രീൻഷോട്ട് വെച്ചാൽ. ടീച്ചറെ മെസ്സേജ് പിന്നെ കണ്ടപ്പോൾ അതല്ല സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വെക്കാം. അതിന്റെ ക്ലാസ് റെക്കോർഡ് വരുമല്ലോ, അപ്പൊ ഉണ്ടാവുമല്ലോ. മറ്റേ റെക്കോർഡ് പി ഡി വരുന്നതിന് എഫിൽ ഇല്ല. റെക്കോർഡില് പി ഡി എഫ് ടീച്ചറെ പി ഡി എഫിൽ ഇത് ഈ വാക്സിന്റെ പേരൊന്നും ഇല്ല. ടീച്ചറുടെ ഇപ്പൊ പ്രസന്റേഷൻ വന്നു മിസ്സേ. അപ്പൊ ശരി ടീച്ചർ മിസ്സേ. ചെയ്ത് മിസ്സിനെ കാണുന്നില്ലോ. കിട്ടൂല. എന്താണ് കിട്ടാത്തത്? എന്താണ് കിട്ടാത്തത്? എന്താണ്? ഏതാണ്? എങ്ങനെ കിട്ടേ? ടീച്ചറെ കാണട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. ആരും ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലല്ലോ. കുട്ടിക്ക് എന്തേ? 2 കുട്ടി എത്ര കിട്ടും? ഞാൻ ഹലോ, എന്നും വിടണം. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് എന്തേ ഉണ്ടാക്കാഞ്ഞ്? ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യണോ ഇനി? അത് നമ്മള് ഞാൻ പറയുന്നത് clear ആവട്ടെ. വീണ്ടും വന്നിട്ട് പോയല്ലോ. അതെ, നിങ്ങളൊക്കെ ഇതിന്റെ പ്രിന്റ് എടുത്തുണ്ടോ? എടുത്തിക്കണ ഫസ്റ്റ് പാർട്ട് 1 പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ PDF ഇങ്ങനെ പാർട്ട് 1 പ്രിന്റ് എടുക്കേണ്ടത്. എഴുതിയാ പോലെ. അതല്ല, പാർട്ട് 1 ഫസ്റ്റ് പ്രിന്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തെടുത്താ പോരെ. പാർട്ട് 1 എടുത്തില്ലേ? 4 അല്ലേ എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട്. ആ പാർട്ട് 1 ഫുൾ ആയിട്ട് എടുത്തോ? അപ്പൊ ഇതിലുണ്ട് യൂണിറ്റ് 4. അതേ ഫോട്ടോ നല്ല പ്രിന്റ് എടുക്കണ്ടേ? എല്ലാം PDF-ലുണ്ട്. എല്ലാം എടുക്കാം, നോട്ട് എടുക്കാം, നമുക്ക് പ്രിന്റ് ആയിട്ട് എടുക്കാലോ. ഇവിടെ ഇമേജ് വന്നില്ല കേട്ടോ. പ്രസന്റേഷൻ കൊടുത്തിട്ട്
സോറി ഫോർ ഇന്ററപ്ഷൻ. ടെക്നിക്കൽ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ പറയണത് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ? വേറെ ആരും ഇത് ചെയ്യണ്ട കേട്ടോ. നിങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഇത് വന്നത് കേട്ടോ. ഓക്കെ. ഞാൻ എല്ലാവരും മൈക്രോഫോൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈം തരാം കേട്ടോ. മൈക്രോഫോൺ എല്ലാവരും ഓഫ് ആണ്, എനിക്ക് അറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ കാണുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും ഇല്ലാലോ? ഓക്കെ അല്ലേ? ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മ പറഞ്ഞത് ബൂഫിംഗ് കഫിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ബൂഫിംഗ് കഫ് എന്ന് വെച്ചാൽ വില്ലൻ ചുമയാണ്. രണ്ടാമത് പറഞ്ഞത് ഡിഫ്തീരിയയാണ്. മൂന്നാമതാണ് നമ്മൾ ടെറ്റനസിനെ കുറിച്ച് പറഞ്ഞത്. ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം എങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുമയോ കൈമയോ മുറിവ് സംഭവിക്കുമ്പോൾ നമ്മുടെ ആ മുറിവിൽ കൂടെയാണ് ഈ രോഗാണു എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പൊ ഈ രോഗാണു ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TT എടുക്കാം. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നല്ല മുറിവാണ് സംഭവിച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വല്ല എന്താണ് കമ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, TT എടുക്കാനായിട്ട് നോക്കാം. TT എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോസ് 250യുടെ ഇഞ്ചക്ഷൻ പോലെ നമുക്ക് TT കിട്ടും. നമുക്ക് ആൾക്കാരെ മുറിവൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, TT എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇഞ്ചക്ഷൻ പോലെയാണ് നമുക്ക് അവർക്ക് TT എടുത്ത് തന്നത്. ഓക്കെ. നമുക്ക് ഇഞ്ചക്ഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TT എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ TT എന്ന് പറയുന്ന അസുഖം എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് പറയാ. ഇൻഡിഫറൻസ് ഇൻ മസിൽസ്, നമ്മുടെ മസിൽസിലൊക്കെ ഇൻഡിഫറൻസ് വരും. അതാണ് ഫസ്റ്റത്തെ പ്രൈമറി സിംറ്റംസ്. നമുക്ക് എവിടെയാണോ മുറിവ് സംഭവിച്ചിരിക്കുന്നത് ആ മസിൽസ് നമുക്ക് അനക്കാൻ പറ്റാത്തൊരു ഒരു ഇത് വരും. അതാണ്. പിന്നെ പെയിൻഫുൾ മസിൽസ്, പിന്നെ ആ മസിൽസിലൊക്കെ നല്ല പെയിൻ ആയിരിക്കും. പിന്നെ വരുമ്പോഴാണ് കുറച്ചും കൂടി കൂടുമ്പോഴാണ് ഹെഡ് ഏക്ക്, പിന്നെ നല്ല ഫീവർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. അതേപോലെ തന്നെ നമുക്ക് റെസ്പിറേഷന്റെ അളവും കൂടുതലായിരിക്കും, നമ്മൾ ശ്വസിക്കുന്നതിന്റെ അളവും കൂടുതലായിരിക്കും. ഇതിന് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് പ്രിവെന്റേഷൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ ഒരു മുറിവ് സംഭവിച്ചെന്ന് വെക്കുക. ആ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുറിവ് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. നമ്മൾ സോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് കെയർഫുൾ ആയിട്ട് നമ്മൾ ആ സ്കിൻ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. മുറിവ് ആഴത്തിലുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ അത് എന്ത് ചെയ്ത് വെക്കാം, ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ബാൻഡേജ് ചെയ്ത് വെക്കാം. ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ എപ്പോഴും കളിക്കാനൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കൗഡങ്ങിലും അതേപോലെ തന്നെ എന്തിലും ഹോസ്റ്റങ്ങിലൊക്കെ ഈ ടെറ്റനസിന്റെ ബാക്ടീരിയാസ് ഉണ്ട്. ചാണകം എന്ന് പറയും നമ്മ. ചാണകത്തിലൊക്കെ എന്തുണ്ട്, ടെറ്റനസിന്റെ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മുറിവുള്ള കൈയും കാലും കൊണ്ട് കളിക്കാൻ പോകുമ്പോൾ ഈ ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയാസ് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുകയും ഈ പറഞ്ഞ സിംറ്റംസ് വരെയും ഈ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് TT എടുക്കാന്നാണ്. നമുക്ക് മുറിവ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, TT എടുക്കാം. TTക്ക് ഡോസുകൾ ഉണ്ട്. കുട്ടികളിൽ ഇങ്ങനെയൊക്കെയാണ് TT എടുക്കേണ്ടത്. അതേപോലെ ഇനി മുറിവ് TT എടുക്കാത്ത ആൾക്കാരിലാണെങ്കിൽ മുറിവ് വന്ന് സംഭവിച്ച് ഒരു മാസത്തിനുള്ളിൽ മുറിവ് സംഭവിക്കുമ്പോൾ തന്നെ ഒരു TT എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 2 മാസത്തിനുള്ളിൽ അടുത്ത TT എടുക്കുക. പിന്നെ 1 വർഷത്തിനുള്ളിൽ അടുത്ത TT എടുക്കുക. അങ്ങനെ ഒരു TTക്ക് ഒരു ഇതുണ്ട്. നമ്മ TT എടുക്കാത്തതില്ല. പക്ഷെ ഇന്നത്തെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ TTs എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. TT അവൈലബിൾ ആണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷനിൽ. TT കുഞ്ഞു പിള്ളേർ മുതൽ TT എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞോണ്ടെങ്കിൽ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖമായിരുന്നു. ഇതിന്റെ ബാക്ടീരിയാസ് ഇവിടെ ഉണ്ട്, കൗടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മുറിവൊക്കെ ഉള്ളത് വെച്ചിട്ട് നമ്മ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പോ, കുട്ടികളാണല്ലോ കളിക്കാനൊക്കെ പോകുമ്പോ ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പറഞ്ഞത് എന്താണെന്ന് നോക്കുക. ദ ജേംസ് എൻ്റർ ദ ബോഡി ത്രൂ ഇഞ്ചുറീസ് വഴിയാണ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് വരുന്നത്, ടെറ്റനസിന്റെ രോഗമാണ് കയറുന്നത്. ഇത് ആക്ട് ഓൺ ദ നെർവസ് സിസ്റ്റം, പെട്ടെന്ന് ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഈസ് ദ പ്രൈമറി സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്. ഇൻഡിഫറൻസ്, നമുക്ക് ആ മസിൽ അനക്കാൻ പറ്റില്ല, നല്ല പെയിൻ ആയിരിക്കും, അങ്ങനത്തെയൊക്കെയാണ് ഇൻഡിഫറൻസ് വന്നത്. ദ മസിൽ സ്പാംസ് മേക്ക് സ്പ്രിംഗ് difficulty and even patient will not able to breathe in advanced condition. നമ്മ കുറച്ചും കൂടി അഡ്വാൻസ് ആവുമ്പോ ആ ഒരു
ടെറ്റനസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വരുന്നതാണ്. ആ ഈ അസുഖം എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഡിഫിക്കൽറ്റി ആവും. അഡ്വാൻസ് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റൂല. The bacteria that cause this disease grow in cow dung, horse dung, etc. ഈ ഡിസീസിന്റെ ബാക്ടീരിയാസ് ഈ കൗഡങ്ങിലും ഹോസ് ഡങ്ങിലൊക്കെയാണ് ഉള്ളത്. ഈവൻ സ്മോൾ വോണ്ട് ഷുഡ് ബി കെയർഡ് ഫോർ പ്രോപ്പർലി. അപ്പൊ ഈ ചെറിയ മുറിവ് പോലും നമ്മൾ കുറച്ചും കൂടി കെയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോ ക്ലാസ്സിന്റേതായ കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഞാൻ ഒരാള് ഇവിടെ നിന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കില്ല, ആ ഒരു റെസ്പെക്ട് തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്കത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ടെറ്റനസ് എന്ന് പറഞ്ഞല്ലോ, ഈ ടെറ്റനസിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് ടീറ്റ് എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ 3 അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, മൂഫിംഗ് കഫിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഡിഫ്തീരിയ, ടെറ്റനസ്, 3 അസുഖത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ അസുഖത്തിനെ കുറിച്ച് ആരെങ്കിലും ഒരാള് ആരെങ്കിലും ഓരോരുത്തരും ഞാൻ വിളിക്കാം, അവർ ആരെങ്കിലും ഒരാള് എന്ത് ചെയ്യാൻ പറയാട്ടോ. അത് ഡോഗൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവരുടെ ദേഹത്തിലും അല്ലെങ്കിൽ ഇത് ടെറ്റനസ് പല്ലിലൊക്കെ ഈ ബാക്ടീരിയ വരാനുള്ള ഉണ്ട്. അത് നമ്മുടെ ആ മുറിവിൽ കൂടെ ബാക്ടീരിയ നമ്മുടെ അകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ തിരിച്ചെടുക്കാന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു മൂഫിംഗ് കഫിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായതനുസരിച്ച് മൂഫിംഗ് കഫിനെ കുറിച്ച് പറഞ്ഞു. ബാക്കി എന്തെങ്കിലും ആഡ് ചെയ്തോളാം, പറഞ്ഞോളാം. പറയട്ടെ മാം. പറഞ്ഞിട്ടില്ല വില്ലൻ ചുമ, അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. നിർത്താതെയുള്ള ചുമ, പിന്നെ അതുപോലെ തന്നെ പറയും ചുമയൊന്നും പറയുന്ന മതിന. ഞാൻ പറയട്ടെ, പെർട്യൂസസ് എന്നുള്ള വേറൊരു പദവും കൂടെ പറയുന്നുണ്ട്. ഇതിന്റെ ഒരുപാട് വാക്സിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണ്ടിട്ട്. ഇത് മരണത്തിന് കാരണമാണോ ഈ ചുമ, വില്ലൻ ചുമ? വില്ലൻ ചുമ കുട്ടികളിലെ മരണത്തിന് കാരണമാവുന്നുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാസ്ക് ഇടാം കുട്ടികൾക്ക്. ആ മാസ്ക് ധരിക്കുക, കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുക. ഈ അസുഖം ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീനെ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് പാരന്റ്സിനോട് പറയാം, കുട്ടിക്ക് ഇന്നത് അസുഖമാണെന്ന് സംശയമുണ്ട്, സോ നിങ്ങൾ ഇതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയാം. നെക്സ്റ്റ് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയനെ കുറിച്ച് ത്രോട്ട് വൈറ്റ് കളർ തൊണ്ടമുള്ളെന്നല്ലേ പറയാം മലയാളം? മലയാളത്തിൽ അങ്ങനെ പറയണത്. ഡിഫ്തീരിയ ഒരു കോണ്ടേജിയസ് ഡിസീസ് ആണ്. ഈ ഡിസീസ് എന്ന് പറയുന്നത് ഒരു കില്ലർ ഡിസീസ് കൂടിയാണ്. ഇത് ശ്വാസനാളത്തിലെ തൊണ്ടയിലാണ് കൂടുതലായിട്ട് ബാധിച്ചു വരുന്നത്. തൊണ്ടയിൽ ഒരു വൈറ്റ് ലെയർ പോലെ ക്രിയേറ്റ് ആയി, പിന്നെ അത് ഹൈ ടെമ്പറേച്ചർ ആവും. അത് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയി അത് കുട്ടികൾക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ടാവും. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അവർക്ക് ശ്വാസം എടുക്കുമ്പോഴും അത് കൂടുതൽ ബുദ്ധിമുട്ടായി. ഇത് ചുരുങ്ങിയ കാലയളവിൽ ഇതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇത് ആ കുട്ടീനെ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ കാരണമാവുന്നുണ്ട്. ഇതിനുള്ള വാക്സിനാണ് ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് അക്സെല്ലുലാർ പെർട്ടുസിസ് എന്ന വാക്സിനാണ് ഇതിനെ നമ്മള് കൊടുക്കുന്നത്. ഇനി വിനീത ഡിഫ്തീരിയനെ കുറിച്ച് പറഞ്ഞോട്ടാ. ആരാ പറയണ്ടേ? പറഞ്ഞോ. ഡിഫ്തീരിയ യൂഷ്വലി 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കാണുന്നത്. തൊണ്ടയിൽ ഒരു വൈറ്റ് കളർ പാട പോലെയുള്ളതാണ് ഇനിഷ്യലി സ്റ്റേജിൽ കാണാൻ പറ്റുന്നത്. ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഇതിന്റെ പ്രൈമറി സിംറ്റം എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ഇത് ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരു ടൈപ്പ് അസുഖമാണ് ആയിട്ടാണ് കാണുന്നത്.
ഇത് ഇനീഷ്യലി തന്നെ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ട് പോവാനും കുട്ടിയുടെ ആക്ച്വലി അത് ജീവന് തന്നെ അപായമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരിക്കണതിന് കാരണം എന്ന് പറയുന്നത് ചോക്കിംഗ് ആണ്. അതായത് പെട്ടെന്ന് ഉണ്ടാവണ ശ്വാസതടസ്സം അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മരണം സംഭവിക്കാൻ പോകുന്നത്. ഇത് കൂടുതൽ അഫക്ട് ചെയ്യണത് ത്രോട്ടിൽ നിന്ന് വിൻ പൈപ്പിലും ട്രക്കിയിലും അഫക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് കൂടുതൽ സിവിയർ കണ്ടീഷൻസിലേക്ക് പോകുന്നത്. ഈ അസുഖം വന്ന 5 മുതൽ 20% വരെ കുട്ടികൾ മരിക്കാനുള്ള മരണം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് അടുത്തെന്ന് ഞാൻ പറഞ്ഞ ടെറ്റനസ് എന്ന് പറഞ്ഞ അസുഖമാണ്. ടെറ്റനസിനെ കുറിച്ച് അറിയാം. ഇത് ശരീരത്തിലുണ്ടാവുന്ന മുറിവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. മുറിവില് ഇൻഫെക്ഷൻ ആയി ഉണ്ടാവുന്ന ഇതാണ് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം. മസിൽസ് നെർവസ് സിസ്റ്റത്തിനാണ് ബാധിക്കുക. മസിൽസിനെയാണ് മെയിനായിട്ട് ബാധിക്കണേ. കാരണം ഇത് മൃഗങ്ങളുടെ ഇതിൽ നിന്ന് സംഭവിക്കും. ഓട്സ്, കൗ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ സംഭവിക്കാറുണ്ട്. എക്സ്ക്രീറ്റിന്നാണ് നമുക്കിത് കൂടുതൽ. അതിലുണ്ട് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് എക്സ്ക്രീറ്റിലുണ്ട്. അത് നമ്മൾ മുറിവൊക്കെ ഉള്ള കാല് വെച്ച് ചവിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അസുഖം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ മുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. നല്ല രീതിയിൽ അതിന് മെഡിസിൻ കൊടുക്കണം, TT എടുക്കണം. അല്ലെങ്കിൽ അത് ഓക്കെ. അത് നമ്മളിപ്പോ മുറിവ് സംഭവിച്ചു അപ്പൊ തന്നെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അത് വാഷ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, കവർ ചെയ്യാൻ. മുറിവ് ഇത്ര ആഴത്തിലാണെങ്കിൽ നമ്മൾ ഉറപ്പായും TT എടുക്കാം. TTയുടെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഡോക്ടറോട് പറയാം, ഡോക്ടർ ഞാൻ TT ഇത്ര വർഷം മുമ്പാണ് എടുത്തത്, ഞാൻ TT എടുക്കണോന്ന് ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചിട്ട് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ TT എടുക്കുക. ചെറിയ മുറിവ് നമ്മളിപ്പോ 5 വർഷം വരെയൊക്കെയാണ് TT എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നത്. ടെറ്റനസ് ഒരു ബാക്ടീരിയ അല്ലേ? ഒരു അസുഖം. പറയാം. ആ ബാക്ടീരിയ വരാതിരിക്കാനാണ് നമ്മൾ TT എടുക്കുന്നത്. TT എടുക്കണം. നമ്മൾ TT ആയിട്ട് കുത്തി വെക്കുന്നതും ഈ പറഞ്ഞ ഈ ബാക്ടീരിയനെ തന്നെയാണ്. അത് കുറച്ചും കൂടി എന്ത് ചെയ്യണത്, എന്താ പറയാ, ആ ബാക്ടീരിയ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം, TT എടുക്കണതും. കുറച്ചും കൂടി നിർബീജമാക്കിയിട്ടുള്ള ആ ഒരു ബാക്ടീരിയനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇഞ്ചക്ഷൻ വഴി നമ്മൾ എടുക്കണത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലേക്ക് അതിന് വേറെ ഹാർംഫുൾ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അത് നമ്മുടെ ബോഡിയിൽ എന്ത് പ്രതിരോധം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാം, ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ കേട്ടിട്ടുണ്ട് ഒരു കുപ്പിച്ചില്ല് അല്ലെങ്കിൽ ഒരു ആണി അങ്ങനെ എന്തെങ്കിലും പറ്റി കാലിൽ എന്തെങ്കിലും മുറിവാകുമ്പോ തന്നെ നമ്മൾ TT എടുക്കുക എന്നല്ലേ പറയാ? അത് കറക്റ്റ് ആണോ? TT ഒരിക്കലും എടുക്കണത് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ എന്തെടുക്കണത്, ഇൻഫെക്ഷൻ ആവാതിരിക്കാനാണോ? ആ മുറിവ് വഴി നമുക്ക് ഈ ടെറ്റനസിന്റെ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, TT എടുക്കണത്. ഒരു കാരണവശാലും ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TT എടുക്കണേന്ന് തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണ ചെയ്യണത് TT എടുക്കണതിന് വേണ്ടി ആ മുറിവ് വഴി നമുക്ക് വേറെ എന്ത് ചെയ്യാനായിട്ട്, വേറെ അസുഖം വരാതിരിക്കാൻ, ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം, ടെറ്റനസ് പോലെയുള്ള അസുഖം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, TT എടുക്കണത്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഇതിനകത്ത് സ്നേക്ക് ബൈറ്റ്സ് വരുമ്പോൾ നമ്മൾ TT എടുക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ഒന്നും പറയോ? മാം, ഈ ഡോഗ് ആ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞു തരാൻ പറ്റും? അതെ, ഡോഗിന്റെ ഒരു നെയിൽ തട്ടിയപ്പോലും TT എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ മോൾക്ക്. അതെടുക്കണം. കാരണം അവരുടെ നെയിലൊക്കെ എന്തുണ്ട്, ഈ പറഞ്ഞ ബാക്ടീരിയയുടെ ഇതുണ്ട്. അതേപോലെ മുമ്പ് നമ്മൾ പറയുമായിരുന്നു, കുട്ടികൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കാരണന്മാരൊക്കെ പറയും കുട്ടികളില്ലേ കഴിച്ചതെന്ന് വിചാരിച്ച് നമ്മൾ അത് വിടും. കുട്ടികൾ കഴിച്ചാൽ പോലും ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. മുറിവ് വന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല മുറുക്കി കടിച്ച് ബ്ലഡ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് TT എടുക്കണം. കാരണം അതിന് വരെ നമുക്ക് ഈ പല്ലിന്റെ ഒക്കെ അവിടെ ആയിട്ട് ഇത് അസുഖം വരാനുള്ള അണുക്കള് ഈ നമ്മുടെ ഇതിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അപ്പൊ ഈ പട്ടിയുടെ റാബി വൈറസ് അകത്ത് പോവാതിരിക്കാനല്ലേ ഇപ്പൊ ഇഞ്ചക്ഷൻ? അത് വേറെ ട്രീറ്റ്മെന്റ് അല്ലേ? അത് വേറെ ട്രീറ്റ്മെന്റ് ആണ്. എല്ലാ മുറിവിനും ഈ TT തന്നെയാണ് അടിക്കുക? ഒരാള് പറയോ? രണ്ടുപേരും ഒരുമിച്ച് പറയാം. നായ കടിച്ചാല് പാമ്പ് കടിച്ചാലൊക്കെ ഏത് TT എടുക്കുക?
അത് അതിന്റെ വാക്സിൻ അല്ലേ? ഇപ്പൊ സ്നേക്ക് ബീറ്റിങ്ങിനാണെങ്കിൽ അതിന്റെ വിഷം തന്നെ സെറം തന്നെയാണ് തിരിച്ച് നമുക്ക് ആന്റി വെനം അതല്ലേ അതൊരു മാം വാക്സിൻ ആണല്ലേ? സ്നേക്കിന് ആന്റി വെനം അങ്ങനല്ലേ? അത് TT അതല്ല വാക്സിൻ അല്ലേ മാം വരുന്നത്? TT എന്ന് പറഞ്ഞ വാക്സിൻ ആണ്. ടെറ്റനസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമുക്ക് എല്ലാവർക്കും അറിയാം TT എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ ടെറ്റനസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. മാം ഞങ്ങൾ എല്ലാ മുറിവിനും TT ക്ലാസ്സിൽ എടുക്കണോ? ഇരുന്നത് എങ്ങനെ മാമിനെ അറിയാൻ പറ്റും? എങ്ങനെ പ്രസന്റ് ആണോ, പ്രസന്റ് എടുക്കണോ, എങ്ങനെയാണ്? ഞങ്ങൾ ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ് കേട്ടു എന്നുള്ളതിന് എങ്ങനെ മാമിനെ അറിയാൻ പറ്റുക? എനിക്ക് മെസ്സേജ് ഉണ്ട്. അതാ ഈ കുട്ടികളെ പേരൊക്കെ മാമിന് കിട്ടുവോ? മനസ്സിലായില്ല, ഒന്നിട്ട് പറയോ? ഈ കുട്ടികളെ പേരൊക്കെ മാമിന് കിട്ടുവോന്ന്? കിട്ടും. ഞാൻ 157 കുട്ടികളുണ്ട്. 157 ആശ, അഞ്ജു, അങ്ങനെ ഒരുപാട് കുട്ടികളുടെ പേരുണ്ട്. ഇതിലുള്ള പേരില്ലല്ലോ നമ്മുടെ ശരിക്കുള്ള പേര്. അതെനിക്ക് അറിഞ്ഞൂടാ, അവരുടെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇതില് പറഞ്ഞിരിക്കുന്ന പേരുകളാണ് ഞാൻ കാണുന്നത്. ഓക്കെ. മിസ്റ്റർ ടെറ്റനസ് പകരൂലല്ലോ? ഇല്ലില്ല, ടെറ്റനസ് പകരൂല. അത് മുറിവിൽ കൂടെ വന്നതാണ്. നമ്മുടെ മുറിവിൽ കൂടെയാണ് ആ അസുഖം വന്നത്. പകരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ മറ്റൊരാൾക്ക് മുറിവുണ്ടെങ്കിൽ അതേ സാഹചര്യത്തിൽ പോവാണെങ്കിൽ ടെറ്റനസ് അയാൾക്കും കൂടി വരും. ഞാൻ കാര്യം പറയാം. എന്റെ വീടിന്റെ അടുത്തുണ്ടായ സംഭവമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പാല് തന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ മുമ്പൊക്കെ വണ്ടിയിൽ ഓടിച്ച് പാലൊക്കെ കൊണ്ട് തരുമായിരുന്നു. ആ ചേട്ടന്റെ ഒരു ടൈമിൽ കൊറോണയുടെ ഒക്കെ ടൈം ആയി കഴിഞ്ഞപ്പോ നമ്മൾ ആരും അങ്ങോട്ടുകളൊന്നും കാണില്ല അല്ല. ആ കൊറോണയുടെ ഒക്കെ ടൈമിൽ ആ ചേട്ടൻ എന്തോ പശുത്തൊഴുത്താണ്, അവർക്ക് പശുത്തൊഴുത്ത് ക്ലീൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കമ്പി കാലുമ കുത്തി കയറി. വലിയ കാര്യമായിട്ട് എടുത്തില്ല ആ ചേട്ടൻ, വലിയ കാര്യമായിട്ട് എടുത്തില്ല. കമ്പി ഒരു ക്ലീൻ ചെയ്ത് വീണ്ടും മുറിവ് വെച്ച് കിട്ടി. കാരണം ഹോസ്പിറ്റലിൽ ഒന്നും പോകാനുള്ള അത്ര വലിയ ഹോസ്പിറ്റലിൽ പോകണ തന്നെ നമുക്ക് അത് പേടിയായിരുന്നു. കാരണം TT എടുക്കാൻ പോലും പോകാനായിട്ട് പേടിയായിരുന്നു. ആ ചേട്ടൻ TT എടുത്തില്ല. ആ ചേട്ടൻ എടുത്തില്ല. പിന്നെ അത് പഴുത്തു എന്ന് പറയുള്ളൂ. ആ മുറിവ് പഴുത്തു എന്നാ പറയണത്. കുറച്ച് ഇൻഫെക്ഷൻ അകത്തോട്ട് മുകളിലോട്ട് കയറി ലാസ്റ്റ് ഞാനിപ്പോ കണ്ടപ്പോ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ആ ചേട്ടന്റെ ഒരു കാല് ഈ മുറിവ് സംഭവിച്ച കാല് മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ വെട്ടുകാല് വെച്ചിരിക്കുകയാണ്. കുറച്ചു നാളായി, ഇപ്പൊ 2 വർഷമൊക്കെ ആയിട്ട് വെപ്പുകാലാണ് വെച്ചിരിക്കുന്നത്. 2-3 വർഷം കൊണ്ടായി, 2.5 വർഷം കൊണ്ടായിട്ടുണ്ട് വെപ്പുകാല് വെച്ചിരിക്കുകയാണ്. കാരണം ആ ചേട്ടന് മുറിവ് വഴിയാണ് ഈ അസുഖം വന്നത്. അതും മാക്സിമം അവർ ട്രൈ ചെയ്ത് മുറിച്ച് കളയാതിരിക്കാം. പക്ഷെ അത് പറ്റില്ല. ഞരമ്പിലേക്ക് മുകളിലോട്ട് അത് ബാധിക്കുമെന്ന് കൺഫേം ആയി കഴിഞ്ഞപ്പോ ആ മുറിവ് ഇൻഫെക്ഷൻ ഉള്ള ഭാഗം മുറിച്ച് കളഞ്ഞ് ഇപ്പൊ മുമ്പെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ ലോട്ടറിയാണ് ആ ചേട്ടൻ വിൽക്കണത് കേട്ടോ. അത് ഞാനിപ്പോ എത്ര മണിക്കൂറിനുള്ളിൽ ഇതിന്റെ വാക്സിൻ അടിക്കില്ല, ഇതിന് TT അടിക്കണം? ഒരു 1-2 ദിവസത്തിനുള്ളിൽ എടുക്കണായിരിക്കും നല്ലത്. എനിക്ക് മുമ്പിൽ വന്ന അനുഭവമാണ്. ഞാൻ ആലോചിച്ചു ആ ചേട്ടൻ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അമ്മ ചെറിയൊരു മുറിവിന്ന് എന്തുകൊണ്ട് നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ ചെയ്താൽ അതിന് എഫക്ട് വരൂ? 2 ദിവസത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ. ആ ചേട്ടന്റെ കാര്യത്തില് ഇപ്പൊ ഈ ചാണകത്തിന് അങ്ങനെ ബാക്ടീരിയ വരാലോ? ഞാൻ ആലോചിച്ചു. കാരണം മുറിവാണ് സംഭവിച്ചിരിക്കുന്നത്. ചാണകത്തിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്, ടെറ്റനസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ടെറ്റനസ് ആ മുറിവ് സംഭവിച്ച സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊന്നും പിന്നെ പോയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മുറിവ് സംഭവിച്ചപ്പോ തന്നെ ഈ ബാക്ടീരിയ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എല്ലാ മുറിവിനും TT അടിക്കേണ്ടതുണ്ടോ? എല്ലാ മുറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടല്ല നമ്മൾ TT എടുക്കുന്നത്. ആ മുറിവിൽ കൂടെ നമുക്ക് അസുഖം വരാതിരിക്കാൻ. ഇപ്പൊ കാലിനൊക്കെയാണ് മുറിവുള്ളതെങ്കിൽ നമ്മൾ എന്തായാലും TT എടുക്കാം. കാരണം കാല് നമ്മ ഇങ്ങനെ ചിലപ്പോ ചെരുപ്പിട്ടിട്ടായിരിക്കും നടക്കുക, അല്ലാത്തൊരു സാഹചര്യം. ഇപ്പൊ ആ ചേട്ടന്റെ ഒക്കെ സാഹചര്യം എന്ന് പറഞ്ഞാല് അത്ര ക്ലീൻ ആയിട്ടുള്ള ചുറ്റുപാടും അല്ല അവരുടെ വീടിന് ചുറ്റുപാടും. അപ്പൊ അതുകൊണ്ടാണ് ആ ചേട്ടൻ അസുഖം വന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കാം. നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ചുറ്റുപാടുണ്ടോ. കാലുമൊക്കെ ആണെങ്കിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ TT എടുക്കാം. ഇപ്പൊ കയ്യും ചെറിയൊരു സൂചി കുത്തി അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കത്തി കൊണ്ട് ചെറിയൊരു മുറിവൊക്കെ ആണെങ്കിൽ നമ്മൾ നിസ്സാരമുള്ള രീതിയിൽ അങ്ങോട്ട് വിട്ടാൽ മതി. നല്ല രീതിയിൽ അത് ബാൻഡേജ് ചെയ്ത് വെച്ചാൽ മതി. എക്സാം ഉണ്ടാവുക? ഒരാൾ ചോദിക്കട്ടോ, ബാക്കി എല്ലാവരും മോന്റെ കാലില
മോന്റെ കാല് ആണി തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പോളിയോ എടുത്തിട്ട് പറഞ്ഞിട്ട് TT അടിച്ചു അത് തന്നിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ 6 ഷെഡ്യൂൾ വയസ്സേ ഉണ്ട്. നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയാ എന്താ പറയാ കുട്ടികളില് ഇമ്മ്യൂണൈസ് കുട്ടികളിൽ TT ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇമ്മ്യൂണൈസേഷന്റെ കാർഡ് എടുക്കാൻ നോക്കിയിട്ടാണ്, പക്ഷെ പറ്റിയില്ല. നേരത്തെ ആ ഒരു പ്രശ്നത്തിൽ പോയതായിരിക്കും. അപ്പൊ TT ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പീരീഡുകളിൽ TT കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് 1.5 വയസ്സിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ 2.5 വയസ്സിൽ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ TTക്ക് ഒരു 1 ഇയർ അല്ലേ കാലാവധി, അങ്ങനെയും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ന് നമ്മൾ TT എടുത്ത 1 വർഷം വരയ്ക്കല്ലേ? 5 വർഷം വരെയെന്നാണ് എനിക്കറിയണത്. 1 വർഷം എന്നാണ് ഇപ്പൊ കേട്ടിട്ടുള്ളത്. 6 മാസം എന്ന് പറയുന്നവരുണ്ട്, 5 വർഷം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ചെറുപ്പം മുതൽ TT കറക്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വാക്സിൻ എടുക്കണ്ടല്ലോ. ആ വാക്സിൻ എടുത്ത് വന്നു കഴിഞ്ഞാല് എനിക്കൊരു മുറിവ് സംഭവിച്ചു, ഞാൻ TT എടുത്തു കഴിഞ്ഞാല് 5 വർഷം എന്നാണ് ഞാൻ അറിയണത് കേട്ടാ. ഒന്ന് നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ചോ. ചിലവർ പറയണ 6 മാസം എന്ന് പറയുന്നവരുണ്ട്, ചിലവർ 5 വർഷം എന്ന് പറയുന്നുണ്ട്. ഇനി ബൂസ്റ്റർ ഡോസ് ഒക്കെ ആണെങ്കിൽ 10 വർഷം എന്ന് പറയാം. ഒരിക്കലും 10 വർഷത്തിൽ TT എടുക്കാൻ നല്ലതായിരിക്കും എന്ന് പറയുന്നവരുണ്ട്. സ്കൂളിലൊക്കെ വർഷം കൂടെ മേമൊക്കെ എടുത്തിരുന്നല്ലോ, SSLC ടൈമിലൊക്കെ എടുത്തിരുന്നല്ലോ. സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ. പറയുന്നത് 16 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ കാര്യമാണ്. 16 വയസ്സ് വരെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അവർക്ക് TT ഇമ്മ്യൂണൈസേഷന്റെ കൂടെ വാക്സിൻ എടുക്കുമ്പോൾ TT എന്ന് പറയുന്ന വാക്സിനും കൂടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുതിർന്നവരിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയാ മുറിവ് സംഭവിക്കുമ്പോ TT എടുക്കണം പറയണം. അപ്പൊ TT എടുക്കാൻ കൊണ്ടുപോകുന്ന കുട്ടികൾക്കാണ് ഈ വയ്യാഴ്യ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം, നമുക്ക് ഈ വാക്സിൻ എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരുടെ പാരന്റ്സ് ആയവരൊക്കെ അറിയാം. അല്ലെങ്കിൽ വീട്ടില് കുട്ടികളുള്ളവർ എന്ത് ചെയ്യാം, ഇമ്മ്യൂണൈസേഷന്റെ കാർഡ് എടുത്ത് നോക്കുക. ഇമ്മ്യൂണൈസേഷന്റെ കാർഡിൽ എന്തുണ്ട് TTനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, അറിഞ്ഞൂടെ പോയാന്ന്. TTനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6 month ആണ്. എന്താണ് 6 month ആണ്. വലിയവർക്ക് 6 monthും കുഞ്ഞുങ്ങൾക്ക് 5 വർഷമാണ്. വലിയവർക്ക് 6 month. ഒരു TTയുടെ കാലാവധി 6 month. കുഞ്ഞുങ്ങൾക്ക് 5 വർഷം. 5 വർഷം. ഈ നമ്മുടെ കുത്തിവയ്പ്പുകളെല്ലാം എടുക്കുന്നതാണെങ്കിൽ 5 വർഷം. ഞാൻ അതൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം, കാരണം ഞാൻ നോക്കിയപ്പോ 5 വർഷം തന്നെ കണ്ടത് TTയുടെ കാലാവധി കേട്ടോ. ഈ 3 ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞ ഹൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം അടുത്ത പോർഷൻ എടുത്ത് പോവാം. കാരണം എനിക്ക് അധികം ടൈം കിട്ടിയില്ല, ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് എടുക്കാനും പറ്റിയില്ല, ആ ഒരു പ്രശ്നം കൊണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നല്ല രീതിയിൽ ഒന്നും കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് എല്ലാവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോർഷനിലേക്ക് പോവാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് പേര് വിളിച്ചിട്ട് എന്താണ് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കോ? എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാം, ഓരോരുത്തർക്ക് ചാൻസ് തരാം. നാളെ നമ്മള് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നാളെ ക്ലാസ് ഇടുമല്ലോ. ഇന്നത്തെ ക്ലാസ്സിന്റെ എന്താ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അതായാലും മതി. ഓക്കെ, അല്ലെങ്കിൽ നാളെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും 2-3 ചോദ്യം ചോദിച്ചാലും മതി. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ക്ലാസ് ഉണ്ടല്ലോ നാളെ ഉള്ള മാമിന്. ഇനി വെള്ളിയാഴ്ച അല്ലേ? എനിക്ക് ചിലപ്പോ നാളെ ക്ലാസ് ഉണ്ടാവാം. അങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോകാം. മാഡം ഓരോ മൊഡ്യൂൾ ഓരോരുത്തരാണ് എടുക്കുന്നത്? ഓരോരുത്തരാണ് എടുക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ മാത്രമാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കോഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരണ്യ മിസ് ആണ് നമ്മുടെ ഹെഡ്. അപ്പൊ ശരണ്യ മിസ് വരുമ്പോ മിസ്സിനോട് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം ഉണ്ടാവോ? ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും വലിയ മൊഡ്യൂളാണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ്, ചെറിയ മൊഡ്യൂൾ ആണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ അതിന്റെ രീതിയിൽ മോക്ക് ടെസ്റ്റ് 1 വേർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് 1 വേർഡ്സ് ആയിരിക്കും. അപ്പൊ അത് എക്സാം ഉണ്ടാവും കേട്ടോ. യൂണിറ്റ് കഴിയുമ്പോഴല്ലോ? യൂണിറ്റ് കഴിയുമ്പോഴല്ല, പാർട്ടായിട്ടാണ് നമുക്ക് ഒരു ചാപ്റ്റർ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. അപ്പൊ അത് കഴിയുമ്പോഴായിരിക്കും അതിന്റെ എക്സാം വരുന്നത്. ഓക്കെ.
അങ്ങനെയാകുമ്പോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു മാം. 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 താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം. ആരെങ്കിലും നോട്ട്സ് PDF ചെക്ക് ചെയ്തിരുന്ന ആരെങ്കിലും ഈ നോട്ട്സ് ഇതന്നെയാണോ വന്നത് എന്നുള്ള ഇതിന് മുന്നേ? ഇത് തന്നെയാണ് വന്നത്. ഇതിന്റെ മുന്നേ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ക്ലാസ്സിലെ PDF വന്നില്ലേ? വന്നു, അതന്നെ വന്നു. അപ്പൊ ആ PDF ചെക്ക് ചെയ്തിരുന്നു നിങ്ങൾ ആരെങ്കിലും? താങ്ക് യു മാം. അപ്പൊ ഈ നോട്ട്സ് തന്നെ ഇതന്നെയാ വന്നത്? ടീച്ചർ പഠിപ്പിച്ചതന്നെ, മാം പഠിപ്പിച്ചതന്നെ വന്നത്. ഞാൻ നോക്കിയപ്പോഴേ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ആദ്യം നോക്കിയപ്പോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന്റെ ഇതില്ല, അത് മാത്രമേ കണ്ടതുള്ളൂ. അല്ല, മാമിന്റെ ഇതിന്റെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ നാളെ ഇനിയിപ്പോ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നാളെ ഉച്ചക്കേ വരുള്ളൂ. നാളെ ക്ലാസ്സില്ലേ? ചിലപ്പോ ശരണ്യ മിസ് ആവും. ഇതുപോലല്ലേ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ എന്റെ അനിയത്തിന്റെ ക്ലാസ്സിലെ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് എടുക്കുക, അത് വേറെ യൂണിറ്റ് എടുക്കോ? ഹലോ, ഇത് വേറൊരു ഗ്രൂപ്പ് ഇതേപോലെ തന്നെ വേറെ ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക്. ആ ഗ്രൂപ്പില് എന്റെ അനിയത്തി ഉണ്ട്. അവരില്ലേ എല്ലാരും കൂടെ കൂടിയേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യും.